ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കാർഡ്ബോർഡ് പീസ് കൊണ്ടുള്ളൊരു വോൾ ഡെക്കറാണ് ചെയ്യുന്നത്. ഫസ്റ്റ് അതിനായിട്ട് കാർഡ്ബോർഡ് ഈ ഒരു ഹോമിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കാർഡ്ബോർഡ് പീസസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വീഡിയോക്കകത്ത് കാണുന്നത് പോലെ കാർഡ്ബോർഡ് പീസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കാർഡ്ബോർഡ് പീസ് ഒന്ന് മാസ്കിൻ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ കാർഡ്ബോർഡ് പീസിൻ്റെയും പുറത്തോട്ട് കാണാവുന്ന സൈഡിൽ നിന്ന് മാസ്കിൻ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കാർഡ്ബോർഡ് പീസ് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഹോം ഷേപ്പ് വോൾ ഡെക്കറാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഗ്ലൂഗൺ യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം ഫെവിക്കോളോ ഫെവിബോണ്ടോ ഏതെങ്കിലും ഗ്ലൂ യൂസ് ചെയ്താൽ മതിയാവും. ഇനി ഏറ്റവും മുകളിലായിട്ട് വെക്കാനായിട്ട് 2 പീസ് എടുത്തിട്ട് ഇതുപോലെ കോണാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വീടിൻ്റെ ഷേപ്പൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ കാർഡ്ബോർഡ് ബോക്സിന്. ഇച്ചിരി സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മാസ്കിൻ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാർഡ്ബോർഡ് പീസ് എല്ലാം ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പുറത്ത് കാണാവുന്ന ഭാഗങ്ങളൊക്കെ. ഇനി ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് പർപ്പിൾ കളറും വൈറ്റ് അക്രിലിക് പെയിൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ലാവൻഡർ കളറാണ് എടുക്കുന്നത്. അങ്ങനെ ഫുൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വീതി കുറഞ്ഞ കുറച്ച് 2 കാർഡ്ബോർഡ് പീസസ് എടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിങ്ക് ആൻഡ് വൈറ്റ് അക്രിലിക് പെയിൻ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ബേബി പിങ്ക് കളറിലാക്കി ഐസ്ക്രീം സ്റ്റിക്ക് ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഒരു പിങ്ക് കളറ് ലേസ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വീടിൻ്റെ ഷെയ്ഡിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി 2-3 ഫോം ഷീറ്റ് ഫ്ലവർ കയ്യിലുണ്ടായിരുന്നു. വീടിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഗ്രീൻ ലേസ് ആണ് എടുത്തിരിക്കുന്നത്. അതും ഒന്ന് ഒരു ഗ്രീനറി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടെഡീസും അതുപോലെ തന്നെ ഷോ പീസ് ഐറ്റംസ് ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.